ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. മഹാരാഷ്ട്രയിലെ ഠാണയിൽ 32,800 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. മുംബൈയും ഠാണയും പോലുള്ള നഗരങ്ങൾ വികസിത ഭാരതം സൃഷ്ടിക്കാൻ തയ്യാറാവണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തിനൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കേന്ദ്ര സർക്കാർ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നേരത്തെ മഹാരാഷ്ട്രയിലെ വാഷിമിൽ ഏകദേശം 23,300 കോടി രൂപയുടെ കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ സംരംഭങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ബൻജാര സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ബൻജാര വിരാസത് മ്യൂസിയം വാഷിമിലെ പൊഹ്രാദേവിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡുവായി 9.4 കോടി കർഷകർക്ക് 20,000 കോടി രൂപ അദ്ദേഹം വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിർമ്മിച്ച 30 പുതിയ ഹൈടെക് കെട്ടിട സമുച്ചയങ്ങളുടെയും സ്മാർട്ട് ക്ലാസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2022 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിൽ 45 ലക്ഷത്തോളം കുട്ടികൾ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ വികസനം മാത്രം സാധ്യമാക്കുന്നതിന് പുറമെ അവരുടെ ശേഷികൾ വികസിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി രോഗവ്യാപന കാരണം കണ്ടെത്തുന്നതിന് എല്ലാ ജില്ലകളിലും സംയോജിത പരിശോധനാ സംവിധാനം നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പകർച്ചവ്യാധികളുടെ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ഫീൽഡ് തല പരിശോധനകൾ സംഘടിപ്പിച്ചതെന്നും ശ്രീമതി വീണ ജോർജ് വ്യക്തമാക്കി. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിൽ തീരുമാനം. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൌകര്യമൊരുക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാ വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരമൊരുക്കും. നിലയ്ക്കലിലും എരുമേലിയിലും പാർക്കിങ്ങിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്താനും തീരുമാനമായി. ഇ ഹെൽത്ത് കാർഡിലൂടെ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ ജനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാക്രു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഇ ഹെൽത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതികവിദ്യയുടെ പ്രയോജനങ്ങൾ രോഗികൾക്കും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് വീട്ടിലിരുന്നും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുന്ന ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ തോട്ടം ആദിവാസി മേഖലകളിലെ റേഷൻ കടകളിലൂടെ ആവശ്യമനുസരിച്ച് വെള്ള അരി വിതരണം ചെയ്യുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. വിദൂര സ്ഥലങ്ങളിലെ ആദിവാസികൾ, തോട്ടം തൊഴിലാളികൾ എന്നിവർക്കായി തയ്യാറാക്കിയ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല പന്നിയാർ എസ്റ്റേറ്റിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 3016 ഗുണഭോക്താക്കൾക്കാണ് ഉടുമ്പൻചോലയിലും ദേവികുളത്തുമായി ഉദ്ഘാടനം ചെയ്ത റേഷൻ കടകളുടെ പ്രയോജനം ലഭിക്കുക. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ കാഴ്ചപരിമിതരുടെ സാമൂഹിക പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇതിന്റെ ഭാഗമായാണ് ദീപ്തി പദ്ധതിക്ക് രൂപം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയുടെ പഠനോപകരണ വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി വാർത്താവതാരകനായിരുന്ന M രാമചന്ദ്രൻ അന്തരിച്ചു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10:30 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് ശേഷം 11 തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. കൌതുക വാർത്തകളുടെ അവതരണത്തിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ M രാമചന്ദ്രൻ ആകാശവാണിയിൽ വാർത്താ അവതാരകർക്ക് ഗുരുസ്ഥാനീയനായിരുന്നു. ആകാശവാണിയുടെ ഡൽഹി, തിരുവനന്തപുരം നിലയങ്ങളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. M രാമചന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. വാർത്താ പ്രക്ഷേപണ രംഗത്ത് തനതായ വ്യക്തിത്വത്തിനും വേറിട്ട ശബ്ദത്തിനും ഉടമയായ മാധ്യമ പ്രവർത്തകനായിരുന്നു M രാമചന്ദ്രനെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.